ഇത് strain energy മെത്തേഡിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Question: Analyze the structure shown in figure by strain energy method. Sketch the bending moment diagram. So ഇവിടെയും നമുക്ക് given question ഒരു ഫ്രെയിം ആണ്. ഫ്രെയിമിൽ ഒരു കോളവും ഒരു ബീമും ഉണ്ട്. കോളം പോർഷൻ BC എന്ന് പറഞ്ഞ കോളം പോർഷനിൽ ഒരു 40 കിലോ ന്യൂട്ടൺ എന്നുള്ള പോയിന്റോട് ആക്ട് ചെയ്യുന്നു അറ്റ് പോയിന്റ് ഡി. ഇനി BCയിലെ ഐയുടെ വാല്യൂ 2i ആണ്, ABയിലെ ഐയുടെ വാല്യൂ i എന്ന് തന്നെയാണ്. AB എന്ന് പറഞ്ഞ പോർഷനിൽ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമുക്ക് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യണം. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഗിവൺ ക്വസ്റ്റ്യനിൽ എത്ര നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ടെന്ന് നമ്മൾ നോക്കുവാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എ എന്ന് പറഞ്ഞ സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് അവിടെയുള്ള അൺനോൺസ് 3 നമ്പർ ഓഫ് അൺനോൺസ്. സി എന്ന് പറഞ്ഞ സപ്പോർട്ട് ഹിഞ്ചഡ് സപ്പോർട്ട് ആണ്, സോ നമ്പർ ഓഫ് അൺനോൺസ് 2. സോ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ ഈസ് 5. നമുക്ക് എത്ര ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉള്ളത്? 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ് ഉള്ളത്. Therefore, degree of indeterminacy is equal to 5 minus 3 and the degree of indeterminacy value 2. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനകത്ത് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി എന്ന് വെച്ചാൽ 2 ആണ്. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 2 ആയതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനകത്തുള്ള 2 റിയാക്ഷൻസ് റിഡൻഡൻറ്റ് റിയാക്ഷൻസ് ആയിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് റിഡൻഡൻറ്റ് റിയാക്ഷൻ ആക്കാൻ അസ്യൂം ചെയ്യാനായിട്ട് സപ്പോർട്ട് സി നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. സപ്പോർട്ട് സി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്പർ ഓഫ് അൺനോൺസേ വരത്തുള്ളൂ? 3 നമ്പർ ഓഫ് അൺനോൺസേ വരുള്ളൂ. അപ്പോൾ റിയാക്ഷൻസ് അറ്റ് സപ്പോർട്ട് സി ഈസ് ടേക്കൻ ആസ് റിഡൻഡൻറ്റ് റിയാക്ഷൻ. ദാറ്റ് മീൻസ് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് സി ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ അറ്റ് സി ആർ ടേക്കൻ ആസ് റിഡൻഡൻറ്റ് റിയാക്ഷൻസ്. അപ്പോൾ ഇനി എന്ത് വേണം? സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം ഫോർ റിഡൻഡൻറ്റ് റിയാക്ഷൻസ് BC ആൻഡ് HC. സ്ട്രെയിൻ എനർജി ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സപ്പോർട്ട് സിയിൽ കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയറം അപ്ലൈ ചെയ്യണം. കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയറം ഫോർ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഡോ യു ബൈ ഡോ HC ഈസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ എഴുതി 1/EI integral 0 to L m ഡോ m by ഡോ HC dx is equal to 0. Second strain energy equation 1/EI m into dou m by dou VC into dx is equal to 0. HCയും BCയും വരാൻ കാര്യം നമ്മൾ എടുത്തിരിക്കുന്ന റിഡൻഡൻറ്റ് റിയാക്ഷൻസ് സപ്പോർട്ട് സിയിലെ 2 റിയാക്ഷൻസുമാണ് റിഡൻഡൻറ്റ് റിയാക്ഷൻ ആയിട്ട് എടുത്തത്. രണ്ട് റിയാക്ഷനും റിഡൻഡൻറ്റ് റിയാക്ഷൻ ആയിട്ട് എടുക്കണം. ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി വാല്യൂ 2 ആയതുകൊണ്ട്. ഇനി നമുക്ക് സ്ട്രെയിൻ എനർജി ഇക്വേഷനകത്തുള്ള എമ്മിൻ്റെയും ഡോ എം ബൈ ഡോ HCയുടെയും ഡോ എം ബൈ ഡോ VCയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എം എന്ന് വെച്ചാൽ ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്ന മൊമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഡിഫറെൻറ്റ് വാല്യൂസ് ഉള്ള മൊമെൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. D to Cയിൽ മൊമെൻറ്റിന് ഒരു വാല്യൂ ഉണ്ടാവും, ഒരു ഇക്വേഷൻ ആയിരിക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. B to Dയിൽ ഒരു ഇക്വേഷൻ ആയിരിക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. A to Bയിലും ഇക്വേഷൻ ഒരു സെയിം ഇക്വേഷൻ ആയിരിക്കും A to B ഫുൾ ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് A to Bയിൽ ലോഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് A to Bയിലെ മൊമെൻറ്റിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഗിവൺ ഫ്രെയിമിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയായിരിക്കും 3 പാർട്ട്? CD എന്നൊരു പാർട്ട്, DB എന്നൊരു പാർട്ട്, BA എന്നടുത്ത പാർട്ട്. അങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് CD.യുടെ ലിമിറ്റ് 0 to 3. C ആണ് നമ്മൾ ഒറിജിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ C ആണ് ഒറിജിനായിട്ട് എടുത്തിരിക്കുന്നത്. C നറ്റ് ഡിസ്റ്റൻസ് എക്സിൽ സെക്ഷൻ എടുത്തു. ഇനി അവിടെയുള്ള മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുവാണ്. മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ട് സിയിൽ നമുക്ക് 2 സപ്പോർട്ട് റിയാക്ഷൻസ് ആണുള്ളത്. നമ്മൾ ഏതെടുത്തിരിക്കുന്നത്? സെക്ഷൻ്റെ താഴത്തെ പോർഷനാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. BC നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. BCക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് മൊമെൻറ്റ് 0 ആയിരിക്കും. ഇനി HCയുടെ മൊമെൻറ്റ് വാല്യൂ HC ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ്. HC ഈ സെക്ഷനിൽ വന്ന് തട്ടുമ്പോൾ ഫ്രെയിമിനകത്തുള്ള കോളം പോർഷൻ പുറത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. ഔട്ട്വേർഡ്സ് ബെൻഡ് ചെയ്താൽ നെഗറ്റീവ് വാല്യൂ. അങ്ങനെയാണ് -HC ഇൻറ്റു എക്സ് എന്ന് വന്നത്. ഇനി എന്ത് വേണം? ഡോ എം ബൈ ഡോ HCയും ഡോ എം ബൈ ഡോ VCയും കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഈ നമുക്ക് കിട്ടിയ മൊമെൻറ്റിൻ്റെ വാല്യൂവിനെ പാർഷ്യൽ ഡെറിവ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു HCയും വിത്ത് റെസ്പെക്ട് ടു VCയും. വിത്ത് റെസ്പെക്ട് ടു HC ചെയ്യുമ്പോൾ നമുക്ക് x എന്ന് പറഞ്ഞ വാല്യൂ വരും. ഡോ എം ബൈ ഡോ VC ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ മൊമെൻറ്റിൻ്റെ ഇക്വേഷനകത്ത്
വി സിയുടെ ടേം ഒന്നും ഇല്ലാത്തത് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എം ബൈ ഡോ വി സിയുടെ വാല്യൂ 0 ആയിരിക്കും. ഇനി അടുത്ത പോർഷന് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡി ബി എന്ന് പറഞ്ഞ പോർഷന്റെ മൊമെന്റ്, ഡി ബി എന്ന് പറഞ്ഞ പോർഷന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിയുടെയും ബിയുടെയും ഇടയ്ക്ക് ഒരു സെക്ഷൻ കട്ട് ചെയ്യും. സെക്ഷൻ കട്ട് ചെയ്തിട്ട് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ഡി ആണ് നമ്മൾ സെക്ഷൻ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഡി ബിയുടെ ഇടയ്ക്കുള്ള മൊമെന്റിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാണ്. ഡിയുടെയും ബിയുടെയും ഇടയ്ക്ക് സെക്ഷൻ കട്ട് ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. ഇനി നമുക്ക് ഈ സെക്ഷനുള്ള മൊമെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഒരു 40 കിലോ ന്യൂട്ടൺ, ഒരു എച്ച് സി, ഒരു വി സി. വി സിയുടെ ഇക്വേഷൻ ഇവിടെയും എഴുതാൻ പറ്റില്ല, വി സിക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. ഇനി 40യുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ്, എച്ച് സിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ്, സി ഡി ഡിസ്റ്റൻസ് 3 ആണ്. അതുകൊണ്ടാണ് എക്സ് പ്ലസ് 3 എന്ന് വന്നിരിക്കുന്നത്. രണ്ടിൻ്റെയും എഫക്റ്റ് എന്തായിരിക്കും? കോളം പുറത്തേക്ക് ബൾജ് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് ബെൻഡ് ചെയ്യുകയായിരിക്കും. ഔട്ട്വേർഡ് ബെൻഡിങ് ആണെങ്കിൽ അത് ഹോഗിങ് ആണ് കോളത്തിൻ്റെ കേസിൽ, അപ്പോൾ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോ എം ബൈ ഡോ എച്ച് സി ഒക്കെ കിട്ടാനായിട്ട് ഇതിനെ പാർഷ്യൽ ഡിറൈവ് ചെയ്യുന്നു. പാർഷ്യൽ ഡിറൈവ് ചെയ്യുമ്പോൾ ഈ ടേമിൽ എച്ച് സി ഇല്ലാത്തത് കൊണ്ട് അത് 0 ആയിരിക്കും. അടുത്ത ടേമിനെ പാർഷ്യൽ ഡിറൈവ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് പ്ലസ് 3 വരും. ഇനി ഈ സെയിം മൊമെന്റ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു വി സി പാർഷ്യൽ ഡിറൈവ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ബിക്കോസ് ഗീവൺ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനകത്ത് ഒരിടത്ത് പോലും വി സിയുടെ ടേം ഇല്ല. അടുത്തത് ലാസ്റ്റ് പോർഷന്റെ മൊമെന്റിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. ലാസ്റ്റ് പോർഷൻ എന്ന് വെച്ചാൽ എ ബി എന്ന് പറഞ്ഞ പോർഷൻ. എ ബി എന്ന് പറഞ്ഞ പോർഷന്റെ മൊമെന്റ് കിട്ടാനായിട്ട് ഒരു ഡിസ്റ്റൻസ് എക്സ് കട്ട് ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബി. എന്നിട്ട് ഇത്രയും പോർഷൻ കൺസിഡർ ചെയ്യുവാണ്. നമുക്ക് ഈ പോർഷൻ എടുക്കാത്തത് നമുക്ക് ഫിക്സഡ് സപ്പോർട്ടേറ്റ്സിന്റെ റിയാക്ഷൻ വാല്യൂസ് ഒന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് സി ബി എക്സ് എന്ന് പറഞ്ഞുള്ള ഇത്രയും പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഫോഴ്സ് ഉണ്ട്? ഒരു 40 കിലോ ന്യൂട്ടൺ, ഒരു എച്ച് സി, വി സി. ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് മൊമെന്റ് ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വി സി നോക്കാം. വി സി എങ്ങനെ എഫക്ട് ചെയ്യുന്നത്? വി സി ഈ കോളത്തിൽ കൂടി ട്രാവൽ ചെയ്ത് വന്ന് ഈ എക്സിൽ വന്ന് തട്ടുമ്പോൾ താഴത്തേക്കായിരിക്കും, സാഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. സാഗിങ് മൊമെന്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അതുകൊണ്ടാണ് വി സി ഇൻറ്റു എക്സ് വന്നത്. ഇനി 40യുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 40, ഈ ഡിസ്റ്റൻസ് എന്തായിരുന്നു? 3 മീറ്റേഴ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് 40 × 3. മൈനസ് വരാൻ ഇവിടെ വന്നിങ്ങനെ ഇടിക്കുമ്പോൾ ഹോഗ് ചെയ്യുമായിരിക്കും. അതുകൊണ്ടാണ് 40 × 3 നെഗറ്റീവ് വാല്യൂ വന്നത്. ഇനി എച്ച് സിയുടെ എഫക്റ്റും അത് കണക്ക് തന്നെ. ഇങ്ങനെ ആയിരിക്കും വന്ന് ബെൻഡ് ചെയ്യുന്നത്. എ ബി എന്ത് ചെയ്യും? ഔട്ട്വേർഡ് ബെൻഡ് ചെയ്യും. ഔട്ട്വേർഡ് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ വിൽ ബി നെഗറ്റീവ്, മൊമെന്റ് വാല്യൂ വിൽ ബി നെഗറ്റീവ്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഇനി ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് 40 × 3 120 ആയിട്ട് എഴുതി. ഇനി അതിനെ ഡി എം ബൈ ഡി എച്ച് സി, ഡോ എം ബൈ ഡോ എച്ച് സി പാർഷ്യലായിട്ട് ഡിറൈവ് ചെയ്യാണ്. ഡോ എം ബൈ ഡോ എച്ച് സി ചെയ്യുമ്പോൾ -6 വരും. ഡോ എം ബൈ ഡോ വി സി ചെയ്യുമ്പോൾ എക്സ് വരും. ബി സിയുടെ ടൈം ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ പാർഷ്യൽ ഡിറൈവ് ചെയ്യുമ്പോൾ എക്സ് എന്ന് കിട്ടും. മൊമെന്റിന്റെ വാല്യൂം പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ വാല്യൂം സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? 1/EI integral 0 to L m into dou m by dou hc into dx is equal to 0. ഈ മൊമെന്റിന്റെ അടുത്തും ഡോ എം ബൈ ഡോ എച്ച് സി അടുത്തും നമ്മുടെ 3 പോർഷന്റെ മൊമെന്റിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാണ്. ഇതാണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വാല്യൂസ് ഇൻ ഇക്വേഷൻ 1. 1/2i എടുക്കാൻ കാര്യം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കോളത്തിന്റെ പോർഷനിൽ മൊമെന്റ് വാല്യൂ 2i ആയിരുന്നു. അതുകൊണ്ടാണ് ആ പോർഷനിൽ 2i എടുക്കുന്നത്. ബീമിന്റെ പോർഷനിൽ i എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ്ടേ കോളത്തിന്റെ പോർഷനിൽ 2i വരും, ബീമിന്റെ പോർഷനിൽ ei മാത്രമേ വരത്തുള്ളൂ. എന്നിട്ട് ഈ പോർഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എച്ച് സിയുടെയും വി സിയുടെയും ടേമിൽ ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമ്പർ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്ന സ്ട്രെയിൻ എനർജിയുടെ സെക്കൻഡ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് വി സി. ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇൻ ടേംസ് ഓഫ് വി സി ഇക്വേഷൻ നമ്പർ 2. ഈ ഇക്വേഷൻ നമ്പർ 2ൽ മൊമെന്റിന്റെയും ഡി എം ബൈ ഡി വി സിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്കൊരു ഇക്വേഷൻ കിട്ടും ഇൻ ടേംസ് ഓഫ് എച്ച് സി വി സി. ഈ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് സിയുടെ വാല്യൂ വി സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
എച്ച് സിക്ക് കിട്ടുന്ന നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ മീൻ ചെയ്യുന്നത് എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന ഡയറക്ഷൻ തെറ്റാണെന്നാണ് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിൽ എടുത്തിരുന്ന എച്ച് സിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു? ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരുന്നു. നമുക്ക് കിട്ടിയ ആൻസർ നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് എച്ച് സി ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും. എച്ച് സി ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് റൈറ്റ് ആണ് എച്ച് സി ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സപ്പോർട്ട് എയിലെ അൺനോൺ റിയാക്ഷൻസ് കിട്ടാനായിട്ട് സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷനും സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷനും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എയിലെ അൺനോൺ റിയാക്ഷൻസ് വെർട്ടിക്കൽ റിയാക്ഷനും ഹോറിസോണ്ടൽ റിയാക്ഷൻ കിട്ടും. സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ എയിലെ വെർട്ടിക്കൽ റിയാക്ഷനായി കിട്ടും. സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ എയിലെ ഹോറിസോണ്ടൽ റിയാക്ഷൻ കിട്ടും. അതിൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടില്ല, അത് ചെയ്ത് നോക്കുക. ഇനി മൂവിങ് ഓൺ ടു അവർ ലാസ്റ്റ് പ്രൊസീജിയർ, ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിനകത്തെല്ലാം നമ്മൾ 2 സ്റ്റെപ്പായിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചായിരുന്നു. ആദ്യം ഒരു ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു, പിന്നെ ഓരോ പോയിന്റ്സിലെയും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു. ഈ ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ലോഡൊന്നുമില്ല. എ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ആകപ്പാട് ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. എ ടു ബി ബീം സ്പാനിൽ, ബി ടു സിയിൽ നമുക്കൊരു പോയിന്റോട് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. സിയിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം 0 ആയിരിക്കും, ബിക്കോസ് സിമ്പിൾ സപ്പോർട്ട് ആയതുകൊണ്ട് സിയിൽ 0 ആയിരിക്കും. ഇനി ഡിയിലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ താഴെ നിന്നുള്ള ഫോഴ്സ് മാത്രമേ അസ്യൂം ചെയ്യുന്നുള്ളൂ. അതായിരിക്കും എളുപ്പം. ഒന്നുകിൽ താഴെ നിന്നുള്ള ഫോഴ്സ് എല്ലാം അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്നുള്ള ഫോഴ്സ് എല്ലാം അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് താഴെ നിന്നുള്ള ഫോഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. മൊമെൻറ്റ് അറ്റ് ഡി എടുക്കാനായിട്ട് ഡിയുടെ താഴത്തെ പോർഷൻസിൽ ഫോഴ്സ് എല്ലാം കൺസിഡർ ചെയ്തു. അപ്പോൾ താഴെ നമുക്ക് എച്ച് സി മാത്രമേ വരത്തുള്ളൂ. എച്ച് സി എന്ന് പറയുമ്പോൾ 16.25 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3. അപ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിന്റിലെ മൊമെൻറ്റ് 48.75 പോസിറ്റീവ് വാല്യൂ. ഇനി ബി പോയിന്റിലെ മൊമെൻറ്റ് എടുക്കാനും താഴത്തേക്ക് എടുക്കാനും എയുടെ വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ലായിരുന്നു. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എടുത്താലും മതി. ഇനി ബിയിൽ കണ്ടുപിടിക്കാനായിട്ട് 40 ഇൻറ്റു 3 പിന്നെ 16.25 ഇൻറ്റു 6. 16.25ൻ്റെ എഫക്റ്റ് ആയിരിക്കും ഈ പോയിന്റിലേക്ക് ഇങ്ങനെ വന്നായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ പോയിന്റ് ബി ഫ്രെയിമിന് ഉള്ളിലേക്കായിരിക്കും വരുന്നത്. ഉള്ളിലേക്ക് ബെൻഡ് ചെയ്താൽ പോസിറ്റീവ് വാല്യൂ, അതുകൊണ്ടാണ് പ്ലസ് കൊടുത്തിരിക്കുന്നത്. 40യുടെ എഫക്റ്റ് എങ്ങനെ ആയിരിക്കും? 40 ഇങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ പോയിന്റ് ബി ഫ്രെയിമിന് പുറത്തേക്കായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. പുറത്തേക്ക് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഈ മൊമെൻറ്റ് അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഫോഴ്സ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തു. 16.25ൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 6. 16.25 എങ്ങനെ ആയിരിക്കും? ഈ ഇങ്ങനെ വന്ന് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ പോയിന്റ് എ താഴത്തേക്ക് സാഗിങ് ആയിരിക്കും കോസ്. അതുകൊണ്ട് സാഗിങ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അങ്ങനെയാണ് പോസിറ്റീവ് വാല്യൂ വന്നത്. 40യുടെ എഫക്റ്റ്, 40യുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3. 40 വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എക്ക് ഹോഗിങ് ആയിരിക്കും പോസിബിൾ ആവുന്ന, പുറത്തേക്കായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 40ക്ക് നെഗറ്റീവ് വാല്യൂ കൊടുത്തത്. ഇനി 18.44 എങ്ങനെ ആയിരിക്കും വരുന്നത്? ഇങ്ങനെ അപ്വേർഡ് ഈ കോളത്തിൽ കൂടി ട്രാവൽ ചെയ്ത് വന്ന് എയിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെയും സാഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. സാഗിങ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ പ്ലസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുവാണ്. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഈ ഫ്രെയിമിൻ്റെ അതേ ഷേപ്പിൽ എന്ത് ചെയ്യും? ഒരു ബേസ് ലൈൻ വരയ്ക്കും. ഇനി എന്നിട്ട് ഓരോ പോയിന്റ്സിലെയും മൊമെൻറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ബേസ് ലൈൻ. ഇതേ ഷേപ്പിൽ തന്നെ ആയിരിക്കും ബേസ് ലൈൻ വരയ്ക്കുന്നത്. ഈ ബേസ് ലൈനിന് പുറത്തെ പോർഷൻ ഇവിടെ എല്ലാം നമ്മൾ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ബേസ് ലൈനിനുള്ളിൽ പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും കൊടുക്കുന്നത്. ഉള്ളിലല്ലേ നമുക്ക് ഹോഗിങ് എന്ന് പറയുന്നത്. ഹോഗിങ് വാല്യൂ പോസിറ്റീവും പുറത്തെ വാല്യൂസ് എല്ലാം നെഗറ്റീവായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. സിയിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഇല്ല. ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ സിമ്പിൾ സപ്പോർട്ട്സ്. ഇനി ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ പ്ലസ് ആണ്. പ്ലസ് ആയതുകൊണ്ടാണ് ഉള്ളിൽ മാർക്ക് ചെയ്തത് 48.75. ഇനി മൊമെൻറ്റ് അറ്റ് ബി -22.5 ആണ്. മൈനസ് ആയതുകൊണ്ടാണ് ബേസ് ലൈന് പുറത്ത് വരച്ചിരിക്കുന്നത്. അത് കണക്കിന് പോയിന്റ് ബി മൈനസ് ആയതുകൊണ്ടാണ് കോളത്തിൽ മുകളിൽ വരച്ചിരുന്നത് 22.25. മൊമെൻറ്റ് അറ്റ് എ 11.26 ഡൗൺവേർഡ്സ്.